പേര് ഷാഹിർ എന്നാണ്. സ്വദേശം പൂനൂരിലാണ്. ഈ ഒരു ഇൻഡസ്ട്രിയിൽ എന്നെ കൈപിടിച്ച് കൊണ്ടുവന്ന ബെല്ലി സാറാണ്. നല്ലൊരു കൈയ്യടി കൊടുക്കുന്നത്. ഞാൻ ഈ ബിസിനസ്സിൽ വന്നത് പ്രോഡക്റ്റ് ഉപയോഗിച്ച് റിസൾട്ടൊന്നുമല്ല, പണത്തിന് അത്യാവശ്യമുള്ള ആളാണ്. അതുകൊണ്ടാണ് ഇതിൽ പിടിച്ചിരുന്നത്. എനിക്കും പറയാനുള്ളത്, പണത്തിന് അത്യാവശ്യമുള്ള ആൾക്ക് വിജയിക്കാൻ പറ്റിയൊരു സംഭവം. ഞാൻ ഈ 2015 ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ 2015 തന്നെ നിർത്തിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, എന്നോട് ഈ ബിസിനസ് പറഞ്ഞത് എൻ്റെ നാട്ടിൽ പൂനൂരാണ്. അവിടുത്തെ വ്യാപാരവൻ്റെ ചെറിയ ഹോളിൽ വെച്ചിട്ട് 30 പേരെ GTS വിളിച്ചു. 30 പേരെ. അങ്ങനെ 30 പേരെ GTS എടുക്കാൻ വേണ്ടിയിട്ട് ബെല്ലി സാർ ഒരു അപ്ലൈ ലീഡർ, അനീസ് സാർ ഡയമണ്ട് ലീഡർ ഇപ്പോഴത്തെ, അവർ വന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഒരു ബാഗ്, ഒരു പ്രൊജക്ടറിൻ്റെ ബാഗ്, ഒരു ലാപ്ടോപ്പിൻ്റെ ബാഗ്, അദ്ദേഹത്തിൻ്റെ ഡ്രസ്സ്, 3 ബാഗൊക്കെ ആയിട്ടാണ് വന്നത്. അപ്പോൾ തന്നെ ഭയങ്കര ഉള്ളിലൊരു വിഷമം, പഠിച്ചോനെ ഇത് നടക്കുമോ. അങ്ങനെ 30 ആളെ വിളിച്ചു. 30 ആളെ വിളിച്ച സമയത്ത് 7 പേര് വന്നു. പക്ഷെ ഒറ്റ ആളും മൈ ലൈഫിൽ വന്നില്ല. ആ സമയത്ത് ഞാൻ മാർക്കറ്റ് ചെയ്യുന്നത് പപ്സാണ്. എനിക്ക് 9 രൂപ പപ്സ് ഇട്ടു, ഞാൻ 10 രൂപ കടയിൽ കൊടുക്കും. അങ്ങനെ അനീസാർ ആ ഷോപ്പിൽ കയറിയിട്ട് ഞാൻ കൊടുത്ത പപ്സും ചായ എനിക്ക് വാങ്ങി തന്നു. അദ്ദേഹം ഞാൻ 9 രൂപ കൊടുത്തത് അയാൾ 15 രൂപയ്ക്ക് എനിക്ക് വാങ്ങി തന്നു. 5 രൂപ പീടിയക്കാരൻ ലാഭം. അപ്പോൾ എനിക്കൊരു മിസ്റ്റേക്ക്, ശരിയാണല്ലോ, ഞാൻ 10 രൂപ കൊടുത്ത സാധനം അയാൾ 15 എനിക്ക് തന്നെ വാങ്ങി തന്നു. അന്ന് നിർത്തി. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ 2015, 16, 17, 18 ചെയ്തില്ല. 2018 തിരിച്ചറിവുണ്ടായി. എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഈ തിരിച്ചറിവുണ്ടാവരുത്, വേഗത്തിൽ തിരിച്ചറിവുണ്ടാവും. 2018 തിരിച്ചറിവുണ്ടായത്. അന്ന് വളരെ സീരിയസ് ആയിട്ട് ഏറ്റെടുത്തു. എന്തുകൊണ്ട് എടുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ, നേരം വെളുക്കരുതേ എന്ന് വിചാരിക്കും. എൻ്റെ ഇഷ്ടംപോലെ ആൾ പൈസ കൊടുക്കാൻ വീട്ടിൽ വരും. എൻ്റെ ഭാര്യ എന്നെ നല്ല പിടിക്കാൻ തിരിൻ്റെ തഹസീലായിരുന്ന ആളാണ്. പൈസ എങ്ങനെ തിരിമറിയാൻ അറിയുന്ന ആളായതുകൊണ്ട് എൻ്റെ ഭാര്യ പറയും, ഒരാൾ വരുന്ന നേരെ ബാക്കിലൂടെ പോയിക്കോളി എന്ന് പറയും. അപ്പോൾ ഞാൻ ബാക്കിലൂടെ പോയി. ഒരാൾ നേരെ തിരിച്ച് ബാക്കിലൂടെ വന്നത്. അപ്പോൾ എനിക്കൊരു പണി കണ്ടു. എൻ്റെ നാട്ടിലൊരു ഒരാൾ പറഞ്ഞ കഥ ഉണ്ട്. ഒരു പ്രാവിൻ്റെ മുകളിൽ ഇഷ്ടം പോലെ ചക്ക ഇങ്ങനെ കളവ് പോകുമ്പോൾ അടുത്തൊരു ആചാര്യ ചെയ്ത്, ആരാണ് കള്ളന്, ഇയാളൊന്ന് പിടിക്കണം. അങ്ങനെ പോയി നോക്കുന്ന സമയത്ത്, ചക്ക അങ്ങനെ കൊയ്യുന്ന സമയത്ത് ഇങ്ങനെ ചക്കയെ കൊണ്ടുപോകണം. അയാൾ പറഞ്ഞെന്ന് തോന്നുന്നു, അല്ല ആചാര്യ, ഈ പ്ലാവിൻ്റെ മുകളിൽ കൂടെ വയ്യ പോകാൻ സംഭവിക്കില്ലെന്ന് വെച്ചിട്ട്. ഇതുപോലെ ആളെ ഞാൻ കുടുങ്ങിയിട്ടുണ്ട്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ജീവിതത്തിൽ കുറേ പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ട്. രക്ഷപ്പെടാൻ നിങ്ങൾക്കൊരു വഴി ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ആരോടോ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അനിയൻ്റെ കുറേ ഭാര്യയും മക്കളൊക്കെ വന്ന സമയത്ത് ബിസ്ക്കറ്റ്, എന്തെങ്കിലും ചായക്ക് കടി വാങ്ങാൻ പറഞ്ഞു. വീട്ടിൽ എന്തായാലും പഞ്ചസാരയും ചായപ്പൊടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ വേഗം പോയിട്ട് എന്തെങ്കിലും ചായക്ക് കടി വാങ്ങി. അപ്പോൾ എന്നെ ഭാര്യ വിളിച്ചു. ചായ റെഡിയാക്കിയ സമയം വിളിക്കാമല്ലോ, കടി കൊണ്ടുവരാൻ വേണ്ടി. അത് ഞാൻ ഫോൺ എടുത്തില്ല. പിന്നെയും വിളിച്ചു, പിന്നെയും ഞാൻ ഫോൺ എടുത്തില്ല. പിന്നെയും വിളിച്ചു, പിന്നെയും ഞാൻ ഫോൺ എടുത്തില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ടോ, പോയിട്ട് വന്നത്. സന്തോഷമായി. സത്യം എന്താണോ, ഒരു 10 രൂപക്ക് ബിസ്ക്കറ്റ് വാങ്ങാൻ പൈസ അല്ലേ എന്നാണ്. എനിക്ക് നിങ്ങളോട് പറയാം, ഇപ്പോൾ ഒരു ബേക്കറി വാങ്ങാൻ പറ്റും. ഇതൊരു ബിസിനസ്സായിട്ട് ചെയ്യുകയാണെങ്കിൽ മാത്രം. ഇപ്പം ഞാൻ തുടക്കത്തിൽ എനിക്ക് തോന്നുന്നുണ്ട്, വെലിസാൻ ഓർമ്മയുണ്ടോയെന്നല്ല, ഞാൻ 15,000 രൂപേൻ്റെ പ്രൊഡക്റ്റ് എടുത്തു. ഞാൻ 2-3 ആളുകളോട് ചോദിച്ച സമയം അയാൾ പറഞ്ഞ്, ഇനി കുടുങ്ങിയതാണ് പറഞ്ഞു. ഈ 15,000 രൂപേൻ്റെ സാധനം ഞാൻ വെല്ലിസാറെ വീട്ടിൽ കൊണ്ടു കൊടുത്തു. സാർ നിങ്ങൾ വീട്ടിൽ എപ്പോഴെങ്കിലും വിറ്റിട്ട് പൈസ തന്നാൽ മതി എന്ന് പറഞ്ഞു. ഇപ്പം എൻ്റെ വീട്ടിൽ 2 ലക്ഷത്തിന് മേലെ വിൽപ്പന ഉണ്ട്. ബിസിനസ്സാണ് പഠിക്കുന്ന സമയത്ത് ഇതിൽ വിജയിക്കും. അങ്ങനെ വിജയിക്കാൻ പറ്റിയ ഒരു വലിയ അവസരമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടോ, നമ്മളിപ്പോൾ ഞാൻ ഓരോ ടെക്നിക്ക് ഉണ്ടാക്കും. നമ്മൾ ചാമ്പിത്തായാലും ആർക്കാക്കും. ഞാൻ ഒരു ആചാര്യക്ക് ഒരു ചാമ്പിത്തായാലും കൊടുത്തു. 2018 ചാമ്പിത്തായാലും കൊടുത്തു. അത് ഞാൻ കഴിഞ്ഞൊരു 3 മാസം മുമ്പ് പോയ സമയത്തും ആ ചാമ്പിത്തായം ഇത്തിരിയേ കുറഞ്ഞിട്ടുള്ളൂ. അയാൾ വേദനയും ഉളുക്കൊക്കെ മാത്രമേ പെരട്ടും. അതുകൊണ്ട് അങ്ങനെ ചിലവാവില്ലല്ലേ. ഞാൻ എന്ത് ചെയ്യും, ചാമ്പിത്തായത്ത് മുഖത്ത് മസാജ് ചെയ്തു. ഞാൻ ആചാര്യ പറഞ്ഞു, ആചാര്യ ഇത് തൈലല്ല, ഇത് മസാജിങ് ഓയിലാണെന്ന്. പിന്നെ പോയപ്പോൾ ഒരു കുപ്പി 1 മാസം കൊണ്ട് തീർന്നു. എനിക്ക് നിങ്ങളോട് പറയാൻ, ഇതാ ചെയ്യേണ്ടത്. വൂണ്ട് നമ്മൾ എന്താ വാങ്ങും, വൂണ്ട് വാങ്ങി വീട്ടിൽ കൊണ്ടുപോകും. എന്നിട്ട് മുറി വയ്ക്കാൻ വരും, എന്നിട്ട് എക്സ്പയർ ആയിട്ടും പെരട്ടും. ഇതല്ലേ പല ആളുകളെയും വീട്ടിലെ വൂണ്ട് അവസ്ഥ. ഞാൻ വൂണ്ട് എടുത്തിട്ട് രാത്രി മസാജ് ചെയ്ത് മുഖത്ത് ബ്ലീച്ച് ചെയ്യും. ഇപ്പോൾ ആളുകൾക്ക് ഞാൻ കൊടുക്കുന്ന വൂണ്ട് 10 ദിവസം കൊണ്ട് ഒരു വൂണ്ട് ചെയ്തത്. ഇങ്ങനെ തീർക്കണം. ബിസിനസ്സിൽ ഐഡിയ കൊണ്ടുവരണം. ഇങ്ങനെ വിജയിക്കാൻ പറ്റും. എനിക്ക് നിങ്ങളോട് പറയാൻ, ഇത് വിജയിക്കാൻ പറ്റിയൊരു അവസരം. പല ആളും സോപ്പ് പേസ്റ്റ് വെക്കുന്ന കച്ചവടം, സോപ്പ് പേസ്റ്റ് വെക്കുന്ന, ഇത് സ്കോപ്പും ഫ്യൂച്ചറും വെക്കുന്ന കച്ചവടം. നിങ്ങളെ രക്ഷപ്പെടുത്താൻ, നിങ്ങളെ കൊണ്ടുവന്ന ആരാളെ കൈ പിടിച്ച് നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ ലോകത്ത് നിങ്ങൾക്ക് തിരിച്ചറിവുണ്ടാവും. ഞാൻ പറയും, ഞാൻ എൻ്റെ തുടക്ക സമയത്ത് മറ്റേ ഹാൻഡ്സ് വെക്കാനും അങ്ങനെ ഇതൊക്കെ മാറ്റിയത് വെല്ലി സാറൊക്കെ. നിങ്ങളെ മക്കൾ, ഞാൻ വെറുതെ പറയല്ലോ, ഇന്നത്തെ ഒരു അവസ്ഥ എന്താണ്, എൻ്റെ നാട്ടിലിപ്പം മക്കൾക്ക് ഐഫോൺ ഉണ്ട്, അവരെ ബൈക്ക് ഒന്നെങ്കിൽ ബുള്ളറ്റോ ഹാർലിയോ ഒക്കെ വലിയ വണ്ടിയാണ്. ഇവർക്ക് വലിയ വരുമാനം കിട്ടണം. എന്നിട്ട് വലിയ വരുമാനം കിട്ടാണ്ട് മക്കൾ എന്തൊക്കെയോ ഉടായ്പന്നെ പിന്നില്ല. ആ മക്കളെ നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുപോകുക. ഇത് നിങ്ങളെ മക്കളെ രക്ഷപ്പെടുത്താൻ പറ്റിയൊരു സാധനം. അവർക്ക് ചെറിയ 500, 1000 പോരാ. അവർക്ക് 1000, 10,000 ഡെയിലി വേണമെങ്കിൽ അത് ഉണ്ടാക്കാൻ പറ്റിയൊരു അവസരമുണ്ട്. നാളെ നിങ്ങൾ ഇതിലേക്ക് മക്കളെ കൊണ്ടുവന്നില്ലേ, മക്കളെ കൊണ്ട് നിങ്ങൾ കഷ്ടപ്പെടും.
ഞാൻ എൻ്റെ മകൻ പറഞ്ഞൊരു വാക്ക് ഞാൻ അവസാനിപ്പിക്കും. എത്രയോ നേരം ദിവസം എൻ്റെ മകൻ പറഞ്ഞു, എൻ്റെ മകന് ഇളയ മകൻ പഠിക്കാൻ വളരെ പിന്നിലാണ്, ഒരു അക്ഷരം അറിയില്ല. ഇപ്പോഴും 8ാം ക്ലാസ്സിലാണെങ്കിൽ ഓൻ ചോദിക്കും എന്തിനാ ഇപ്പോഴും പോകണമെന്ന് ചോദിച്ചു. എൻ്റെ ഭാര്യ ചോദിച്ചു, അല്ല മോനെ നമ്മൾ ബസ്സിൻ്റെ ബോർഡ് വയ്ക്കണം. ഓൻ ചോദിക്കും ബസ്സിന് ആരാ കയറാൻ പോണത്, ബസ്സിൻ്റെ ബോർഡ് വയ്ക്കാൻ ബസ്സൊക്കെ. അപ്പോൾ ഓൻ പറയുന്നത്, പിന്നെ എൻ്റെ ഭാര്യ പറയുന്നത്, മോനെ നമുക്കൊരു സ്ഥലം അങ്ങനെ ഒരാൾ ചോദിച്ചാൽ എനിക്ക് സ്ഥലം ചോദിക്കണം, നിങ്ങൾ മൊബൈൽ അടിച്ചു നോക്കാൻ സ്ഥലം കിട്ടും, ഗൂഗിളിൽ അടിച്ചു കൊടുത്താൽ അങ്ങനെ സ്ഥലം കിട്ടും. പിന്നെ എൻ്റെ ഭാര്യ പറയാം, മോനെ അങ്ങനെ നമ്മൾ കടയിലൊക്കെ ജോലി കിട്ടിയാൽ പൈസ കൊടുത്താൽ ബാക്കി വേണ്ടേ, ആരാണ് പൈസ തരുന്നത്, ഗൂഗിൾ പേ കറക്റ്റല്ലേ എടുക്കുന്നത്, പൈസ ബാക്കി ഇങ്ങനെ ഞണ്ടി ഞാൻ പറയും. പിന്നെ ഓൻ പറയും മലയാളം പഠിക്കണം, ഓൻ പറയും അമേരിക്കൻ പ്രസിഡന്റിന് മലയാളം അറിയില്ല. സത്യമാണ്, നമ്മളിത് ഇങ്ങനെ പഠിച്ചെടുക്കുക, എന്താ നമുക്ക് ആവശ്യമില്ലല്ലോ പഠിക്കുന്നത്, എന്തോ പഠിക്കാം. അവൻ പറഞ്ഞൊരു സാരി എന്താ വെച്ചാൽ, എൻ്റെ ഒരു ഹെഡ്സെറ്റ് വീണുപോയി. എവിടെയെന്ന് വെച്ചാൽ മലപ്പുറം ജില്ലയിൽ ഒരു പള്ളീൻ്റെ അടുത്തടോ വീണതാണ്. അവൻ്റെ മൊബൈൽ നോക്കി, ഉപ്പ നിങ്ങളെ ഹെഡ്സെറ്റ് മലപ്പുറം ജില്ലയിൽ ഒരു പള്ളീൻ്റെ മൂലയ്ക്ക് വീണെടുത്ത് നിങ്ങൾ പോയി എടുത്തുണ്ട്. ഓനെ ഇതിലൂടെ കണ്ടെത്തുന്നു, ഓൻ്റെ ബുദ്ധിയതാ. അവൻ എന്നോട് പറഞ്ഞു, ഉപ്പ ഞാൻ അവസാനം മൈലേജിൽ സീരിയസ് ആയി ചെയ്യുമ്പോൾ മീൻ കച്ചവടം. എനിക്ക് ഓനോട് മനസ്സിലായ ഒരു കാര്യം എന്താണ്, നാളെ എൻ്റെ മോൻ എന്നോട് ചോദിക്കും, ഉപ്പ നിങ്ങൾ കുറേ കാലമായി. ഓൻ ചോദിച്ച ഒരു വാക്ക് എന്താ വെച്ചാൽ, ഓനിങ്ങനെ യൂട്യൂബിൽ നോക്കുമ്പോൾ ബുഗാട്ടി ഒരു കാറ് കണ്ടു. ഞാൻ ചോദിച്ചത് ആർക്കുള്ളത്, ഇത് ആകാശനുണ്ടെന്നാണ്. ആകാശ് ആരാ? ആകാശ് മുകേഷ് അംബാനിയുടെ മോനാണ്. ഞാൻ ചോദിച്ചു ഇതിന് എത്ര പൈസ വില ഉണ്ട്? ഓൻ പറയാം 16 കോടി രൂപ വില ഉണ്ട് ഉപ്പ, ഇത് ആകാശിൻ്റെ കാറാണ്. അപ്പം ഞാൻ ചോദിച്ചു എന്താ മോനെൻ്റെ ഉപ്പ, ഞാനിത് വാങ്ങും. മോനത് വാങ്ങുമല്ലേ ചോദിച്ചു. ഓൻ നാളെ ചോദിക്കും, ലോകത്ത് വരാൻ പോണു ഇൻഡസ്ട്രീൻ്റെ ഉപ്പ, കാക്ക നിങ്ങൾ എന്ത് ചെയ്യാണ്ട് പോയി ചോദിക്കും ഉറപ്പാ. മീൻ കച്ചവടം ചെയ്ത് നടന്നത് എൻ്റെ മകൻ പറയുന്നത് കൊണ്ടാണ് മൈലേജ് നിങ്ങളെ മക്കൾ ഇതൊക്കെ ചോദിക്കും. ഡിയർ ഫ്രണ്ട്സ്, വരാൻ പോണ വലിയ ഇൻഡസ്ട്രിയാണ് ഈ കുത്തിരിക്കുന്ന ആളുകളൊക്കെ കേൾക്കുന്നത്. നിങ്ങൾ 30 രൂപ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ ഇല കേട്ടതില തള്ളി അത് പോയി. പക്ഷെ ആ 30 രൂപ നെഞ്ചോട് ചേർത്ത് കെട്ടിയാൽ 30, 3000, 3 കോടി, 30 കോടിയൊക്കെ ആക്കി മാറ്റാൻ ഈ ഒരു അവസരം നിങ്ങൾ എല്ലാവരെയും സഹായിക്കും. നിങ്ങൾ എല്ലാവരെയും വലിയ അവസരങ്ങളായിട്ട് സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ജയ് ഹിന്ദ്, ജയ് മഹാരാഷ്ട്ര.